വയനാട് വള്ളുവാടി വന്യജീവി ശല്യം തടയാൻ സ്ഥാപിച്ച ഹാങ്ങിങ് ഫെൻസിംഗ് അമ്പേ പരാജയം. കാട്ടാനകളുടെ വിഹാരകേന്ദ്രമായ ഇവിടെ മരം വീഴ്ത്തി ഫെൻസിംഗ് നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടം പ്രദേശത്തുള്ള കർഷകർക്കും വലിയ ഭീഷണിയാണ്. പഞ്ചായത്ത് ഭരണസമിതിയോട് പോലും ആലോചിക്കാതെയാണ് വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചതെന്നും പ്രദേശത്തെ മുൻ ജനപ്രതിനിധിയും ആരോപിക്കുന്നുണ്ട്. കാണാം പ്രസാദ് കാളിദാസന്റെ റിപ്പോർട്ട്. വേലിയിലെന്ത് കാട്ടാന. കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന്റെ കഥകൾ ഒഴിഞ്ഞ് നേരമില്ല വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ വള്ളുവാടിയിൽ. അത്യാധുനിക ഫെൻസിംഗ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ഹൂ കെയേഴ്സ് മനോഭാവം. എട്ട് വർഷം മുൻപ് വള്ളുവാടിയിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതിനായി 4.5 കോടി രൂപ തുക അനുവദിച്ചത്. എന്നാൽ ഇല്ലാത്ത റിപ്പോർട്ടിന്റെ പേര് പറഞ്ഞ് പകരം ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിലേക്ക് എത്തിയ നടപടിയിൽ തുടങ്ങുന്നു ദുരിതത്തിന്റെ കഥ. ഇവിടെ 8 വർഷക്കാലം മുന്നേ ക്രാഷ് ഗാർഡ് റോക്ക് ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട 4.5 കോടി രൂപ അനുവദിക്കുകയും അതില്ലാത്ത NIT റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് റദ്ദ് ചെയ്തുകൊണ്ട് ഹാങ്ങിങ് ഫെൻസിങ് നടപ്പിലാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാര മാർഗം വരട്ടെ എന്ന രീതിയിലാണ് ഈ ഹാങ്ങിങ് ഫെൻസിങ് നടപ്പിലാക്കാൻ അനുവദിച്ചിട്ടുള്ളത്. പിന്നീടുണ്ടായ തീരുമാനങ്ങളെല്ലാം പഞ്ചായത്ത് ഭരണസമിതി പോലും അറിയാതെ. കൃഷിനാശത്തിന്റെ കണക്ക് പെരുകുമ്പോഴും നടപടികൾ അനിശ്ചിതത്വത്തിൽ. വനംവകുപ്പ് എനിക്ക് തോന്നുന്നു ഏകാധിപത്യപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള ജനപ്രതിനിധികളെയോ മറ്റോ ഒന്നും തന്നെ ബോധ്യപ്പെടുത്താതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആനയ്ക്ക് മാത്രം ഇപ്പോൾ വരാത്ത രീതിയിൽ ചെയ്തിട്ടുള്ളൂ. മാന് ബാക്കി എല്ലാ സാധനങ്ങളും വരും. ഇപ്പം ആന തന്നെ മരം ഒടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ശക്തിയേറിയ ഫെൻസിങ് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇതുവരെ ഒരു നടപടി നമുക്ക് കിട്ടിയിട്ടില്ല. മരങ്ങൾ ഉപയോഗിച്ച് വേലി തകർക്കുന്ന കാട്ടാനകളിൽ പ്രധാന പ്രശ്നക്കാരൻ മുട്ടിക്കൊമ്പനെന്ന് പ്രദേശവാസികൾ. ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. ഇത് കാരണം ഇവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളുവാടി എന്ന് പറയുമ്പോൾ വളരെ വിഷമത്തിലാണ്. ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് പോയി വരാനും പിടിക്കാനും എല്ലാത്തിനും സൗകര്യക്കുറവാണ്. കുട്ടികൾക്ക് തന്നെ സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടാണ്. വനം വകുപ്പിന്റെ നയങ്ങൾ വള്ളുവാടിയിൽ ഉണ്ടാക്കി തീർത്തത് ചില്ലറ നാശങ്ങളൊന്നുമല്ല. പഞ്ചായത്ത് ഭരണസമിതിയോടുകൂടി പോലും ആലോചിക്കാതെ നടത്തിയ ഹാങ്ങിങ് ഫെൻസിംഗ് സംവിധാനം അമ്പേ പരാജയമാണെന്ന് പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തം. ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കും പ്രകാശൻ പള്ളത്തിനുമൊപ്പം പ്രസാദ് കാളിദാസൻ, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.